കറ്റാർ വാഴ തഴച്ചു വളരാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കറ്റാർ വാഴ ഒരു സക്ലറ്റ് ഫാമിലിയിൽപ്പെട്ടതാണ്. കറ്റാർ വാഴ കളിമണ്ണ്, കട്ട പിടിച്ച മണ്ണിലൊന്നും നട്ടുപിടിപ്പിക്കാൻ പാടില്ല. അങ്ങനെ നട്ടുപിടിപ്പിച്ചാൽ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചരൽക്കല്ല് കൂടുതലുണ്ടെങ്കിൽ നല്ലതുപോലെ വളരും. കറ്റാർ വാഴയ്ക്ക് സൂര്യപ്രകാശം നല്ലതുപോലെ കിട്ടണം. ഇല കളർ മാറി വരുന്നതിൻ്റെ കാരണം പൊട്ടാസ്യത്തിൻ്റെ കുറവും നൈട്രജന്റെ കുറവും കാരണമാണ്. അതുപോലെ കറ്റാർ വാഴയുടെ വേരുകൾ വരുമ്പോൾ തിങ്ങി നിൽക്കാതെ പടർന്നു പോകാനുള്ളതുപോലെ നട്ടുപിടിപ്പിക്കുക. കറ്റാർ വാഴയ്ക്ക് ചാണകത്തളി, മുട്ടത്തോട്, പഴത്തൊലി ഇവയെല്ലാം വളമായി ഉപയോഗിക്കാം. ഇപ്പോൾ കറ്റാർ വാഴ ഇൻഡോറായി നട്ടുപിടിപ്പിക്കുന്നത് കാണാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് സൂര്യപ്രകാശം കൊള്ളിക്കുക. കറ്റാർ വാഴയ്ക്ക് സൂര്യപ്രകാശം അത്യാവശ്യമാണ്. മഴക്കാലത്ത് ചട്ടിയിൽ നട്ടുപിടിപ്പിക്കുന്നതാണ് നല്ലത്. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ നട്ടുപിടിപ്പിക്കരുത്. ചീഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. കറ്റാർ വാഴയ്ക്ക് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നനക്കുന്ന ദിവസങ്ങളിൽ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കറ്റാർ വാഴയുടെ വേര് അങ്ങനെ ഒരുപാട് ആഴത്തിലല്ലാതെ മണ്ണിന്റെ ഏകദേശം ഉപരിഭാഗത്ത് നടുന്നതെങ്കിൽ പെട്ടെന്ന് പുതിയ പുതിയ തൈകൾ തളിർക്കാൻ സാധ്യതയുണ്ട്. കറ്റാർ വാഴയുടെ വേരൊന്ന് അല്പം മണ്ണിൽ മൂടി നിന്നാൽ മാത്രം മതി. അതായത് അതിൻ്റെ തണ്ടിൻ്റെ ഹൈറ്റ് അനുസരിച്ച് ഒരുപാട് മേലേക്ക് മണ്ണ് ഇടണം എന്നില്ല. കറ്റാർ വാഴയുടെ വേര് മണ്ണിൽ തൊട്ടില്ല എന്ന രീതിയിൽ നിന്നാൽ മതി. പ്ലോട്ടിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ നല്ല പ്ലോട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പ്ലോട്ട് പെട്ടെന്ന് നശിച്ചു പോകും. പല ഗർഭാശയ സംബന്ധമായ അസുഖങ്ങളിലും ത്വക്ക് സംബന്ധമായ രോഗങ്ങളിലും വളരെയധികം ഫലം തരുന്ന കറ്റാർ വാഴ മികച്ചൊരു ഗൃഹ ഔഷധിയാണ്. ലില്ലിയോസി എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് കറ്റാർ വാഴ. ആന്റിബാക്ടീരിയൽ, ആന്റിവൈറൽ, ആന്റിസെപ്റ്റിക് ഗുണങ്ങളുള്ള കറ്റാർ വാഴ മുറിവുണക്കാനും ചർമ്മരോഗങ്ങൾക്കും വളരെ ഫലപ്രദമാണ്. താരതമ്യേന വളരെ ആക്റ്റീവായിട്ടുള്ള 70ഓളം രാസഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും പകർച്ചവ്യാധികളെ തടയുന്നതിനും കറ്റാർ വാഴയ്ക്ക് കഴിവുണ്ട്. രക്തശുദ്ധി ഉണ്ടാക്കാനും കരൾ രോഗങ്ങളെ ശമിപ്പിക്കാനും ഗർഭാശയ പേശികളെയും ധമനികളെയും ഉത്തേജിപ്പിക്കാനും കറ്റാർ വാഴയ്ക്ക് കഴിവുണ്ട്. ആർത്തവ സംബന്ധമായ വയറുവേദനകളിലും ചർമ്മത്തിന്റെ മൃദുത്വം നിലനിർത്തി ചുളിവുകളെ അകറ്റാനും കറ്റാർ വാഴയ്ക്ക് കഴിവുണ്ട്. കറ്റാർ വാഴ ജെല്ല് ഉണക്കിയെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ചെന്യായകം. രാസ്നാദി ചൂർണം, മർമ്മഗുളിക, കച്ചുരാദി ചൂർണം, നാഗരാദി ചൂർണം ഇവയിലൊക്കെ ചെന്യായകം ഒരു ഘടകമാണ്. കുമരാസ്യവം, മുറിവെണ്ണ, മഞ്ജുഷ്ടാദി തൈലം, ചന്ദനാദി തൈലം തുടങ്ങി ധാരാളം ആയുർവേദ ഔഷധങ്ങളിൽ കറ്റാർ വാഴ അടങ്ങിയിട്ടുണ്ട്. ഔഷധമായും ഭക്ഷണ പദാർത്ഥങ്ങളിലും സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങളിലും കറ്റാർ വാഴയുടെ ഉപയോഗം വളരെയേറെ വർദ്ധിച്ചു വരുന്നുണ്ട്. ഉപയോഗ്യമായ ഭാഗം ഇല, പോളകൾ അങ്ങനെ തന്നെയും ജ്യൂസായും ഒക്കെ വിപണിയിൽ ലഭ്യമാണ്. ശരാശരി 24 സെന്റിമീറ്റർ 30 സെന്റിമീറ്റർ ഉയരമുള്ള കട്ടിയുള്ള മാംസളമായ ഇലകളുള്ള തണ്ടില്ലാത്ത സസ്യമാണിത്. 3-4 മാസം പ്രായമുള്ളതും 4-5 ഇലകളുള്ളതുമായ കന്നുകളാണ് നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നത്. 1 ഏക്കർ സ്ഥലത്തേക്ക് ഏകദേശം 22,000 കന്നുകളാണ് ആവശ്യമാണ്. 45 മുതൽ 60 സെന്റിമീറ്റർ അകലത്തിൽ കന്നുകൾ നടുന്നതിന് വരമ്പുകളും ചാലുകളും ഉണ്ടാകണം. 15 സെന്റിമീറ്റർ ആഴമുള്ള കുഴികളിൽ നടാം. മികച്ച വിളവിനായി ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ കന്നുകൾ നടാം. വർഷത്തിൽ 2 തവണ പറിക്കൽ നടത്താം. കറ്റാർ വാഴ പൂർണ്ണമായി പാകമാക്കാൻ 18-24 മാസം എടുക്കും. വർഷത്തിൽ 4 തവണ വിളവെടുക്കാം. ഓരോ ചെടിയിൽ നിന്നും 3-4 ഇലകൾ മുറിച്ചെടുക്കാം.